കൊരിന്ത് പട്ടണത്തിൽ ഏറ്റവും കൊള്ളരുതായ്മയുടെ അങ്ങേയറ്റത്ത് കിടന്നവർ ഇപ്പം രക്ഷിക്കപ്പെട്ട ദൈവസന്നിധിയിൽ കടന്നു വന്നു. കൊരിന്ത് സഭ സ്ഥാപിച്ചവനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. കൊരിന്ത് സഭയിലെ വിശ്വാസികൾ ഭയങ്കര ദൈവകൃപയുള്ളവരാണ്. 1 കൊരിന്ത്യർ 1:7 വായിക്കുമ്പോൾ സ്തോത്രം സകല കൃപാവരങ്ങളും ഉള്ളവരായിരുന്നു കൊരിന്ത് സഭ. ഇങ്ങനെ സ്തോത്രം എല്ലാ കൃപാവരങ്ങളുള്ളവരായി കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നവരാണ് സ്തോത്രം കൊരിന്ത് സഭ. പക്ഷെ ആ കൊരിന്ത് സഭയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ദാസൻ, ഐ എം എ സ്ലേവ്, ഞാൻ നിങ്ങളുടെ അടിമ. ദാറ്റ് മീൻസ് ഞാൻ നിങ്ങളെ ശുശ്രൂഷകനാണ്. പക്ഷെ ഞാൻ നിങ്ങളെ എങ്ങനെ ശുശ്രൂഷിക്കുന്നു? അപ്പോസ്തലനായിട്ടല്ല, ഇടയനായിട്ടല്ല, പ്രവാചകനായിട്ടല്ല, ഒരു സെലിബ്രിറ്റി ഗോസ്പലല്ല ഞാൻ പറയുന്നത്. ഞാനൊരു അടിമ പോലെ ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുകയാണ്. വേറെ ആർക്കുമില്ലാത്ത അഭിഷേകം എനിക്കാണുള്ളത്, വേറെ ആർക്കുമില്ലാത്ത മഹത്വം ഞാനാണ് ചുമക്കുന്നത്. പത്രോസിനില്ലാത്ത വെളിപ്പാട് എനിക്കുണ്ട്, യോഹന്നാനില്ലാത്തതായ ഗ്ലോറി എനിക്കുണ്ട് എന്ന് പറഞ്ഞ തലക്കനത്തോടെയല്ല പൗലോസ് കൊരിന്ത് പട്ടണത്തിൽ നടന്നത്. പകരം പറഞ്ഞു, ഞാൻ അടിമയെ പോലെ. മലയാള ബൈബിൾ പറയുന്നു, ഞാൻ ദാസനെ പോലെ. എന്താ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്? അത്രയും താഴ്മയുടെ മെൻറ്റാലിറ്റി പൗലോസ് എന്ന ദൈവദാസൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത്രയും ശക്തി തൻ്റെ മേൽ വെളിപ്പെട്ടത്. അഹങ്കാരികളുടെ സങ്കേതമല്ല ദൈവസഭ. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കുന്നു.